ആ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുക നിങ്ങളെല്ലാം കണ്ടോ? അത് എടുത്തോ? ഫോട്ടോസൊക്കെ എടുത്തോ? അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലുള്ളൊരു പടമാണ്. അതായത് ആരൊരു അടുത്ത് ചോദ്യം ചോദിച്ചു പഴയ ഭീമൻ്റെ കുതിരെ കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും കാണാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പഴയ ഭീമൻ്റെ കുതിരൻ്റെ സ്റ്റൈൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ സണ്ണി ലിയോണിൻ്റെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട്, വെബ് സീരീസ്. അതിനകത്തും പഴയ സ്റ്റൈലിലുള്ള ഭീമനെ തന്നെ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഫൈറ്റുണ്ട്, ഡാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാ സാധനവും അതിനകത്തുണ്ട്. വെബ് സീരീസിലൂടെ കാണാം. തീർച്ചയായിട്ടും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫൈറ്റിൽ കൂടി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സീനിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു പുതിയൊരു രീതിയാണ് ഈ പടത്തിലേക്ക് വരുന്നത്. ബിഗ് ഭീമൻ ബ്രദേഴ്സ് 4 സഹോദരന്മാരുടെ ഇതിൽ വരുന്ന ഒരു പ്രത്യേക സെൻറ്റിമെൻറ്റ്സ്, അത് ഒരു പടക്ക കടയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഭയങ്കര രസകരമായിട്ട് തന്നെ അത് വരും, അതിന് യാതൊരു സംശയം. ആ അതെ അത് അന്ന് അതെടുത്ത സമയം അല്ല, അത് ആ ഫസ്റ്റ് ആദ്യത്തെ സിനിമയല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്ത പടം ചാണ. അപ്പോൾ അതിനകത്ത് സെൻറ്റിമെൻറ്റ്സ്, ആ കുട്ടിയായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സും അവളെ ആ കഥാപാത്രത്തിനെ പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പുതിയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവളെ പഠിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിലൊക്കെ കുറേ സീൻസുകൾ പറഞ്ഞപ്പോൾ അറിയാതെ കണ്ണിൽ കൂടി വെള്ളം വന്നു എന്നുള്ളൂ. ആ ഒരു അതിലേക്ക് ഇമ്മേഴ്സ്ഡ്, അതൊരു ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിലേക്ക് നമ്മൾ കൂടുതൽ ഇമ്മേഴ്സ്ഡ് ആയാൽ തീർച്ചയായിട്ടും നമുക്കത് വരും. അതുപോലെ തന്നെ മൃഗ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയായിട്ടുള്ള പേ പിടിച്ചൊരു സാധനം എടുക്കുമ്പോഴും അതേപോലെ ആ കഥാപാത്രം പേ പിടിച്ച കുഞ്ഞച്ചനായിട്ട് എൻ്റെ മനസ്സിൽ കയറിയപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോയി, അറിയാതെ ആ സംഭവങ്ങളൊക്കെ എനിക്ക് ചെയ്യാനും സാധിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ ഏത് കഥാപാത്രം കിട്ടിയാലും ആ കഥാപാത്രത്തിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങിച്ചെന്നാൽ നമ്മൾ ആ കഥാപാത്രമായിട്ട് മാറും. ഇപ്പോൾ സണ്ണി ലിയോണിൻ്റെ കൂട്ടത്തിൽ ഈ പടം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് കാണുമ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ മനോഹരമായ രീതിയിൽ കോമഡി ഉണ്ട്, മനോഹരമായ രീതിയിലുള്ള ഫൈറ്റുകളുണ്ട്, മനോഹരമായ രീതിയിലുള്ള സീൻസുകളുണ്ട്. നല്ല പഴയൊരു ഭീമനെ ഓർക്കാനുള്ളൊരു പടമാണ് അത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ നിന്ന് വെറൈറ്റി, കുറേ കൂടെ വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ ബിഗ് ഭീമൻ ബ്രദേഴ്സ് വരാൻ പോകുന്നത്. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ സിനിമയിൽ ഇഷ്ടംപോലെ സിനിമ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ആപ്റ്റായിട്ടുള്ള ജനത നേരത്തെ പറഞ്ഞത് നമ്മൾ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അതുപോലുള്ള കഥാപാത്രങ്ങൾ എഴുതി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് അതുപോലുള്ള ആ കുഞ്ഞച്ചനെ പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങളിലൂടെ തരണം, എന്നെങ്കിലേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ചെന്ന് 2 ഫൈറ്റും കഴിഞ്ഞ് പോയി എന്നുള്ളത് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട്. ഒന്നുമില്ല. ന്യൂജൻ ആർട്ടിസ്റ്റിൻ്റെ കൂട്ടത്തിലൊക്കെ ഞാനൊരു 3-4 പടം ഞാൻ ചെയ്തു കഴിഞ്ഞു അവരുമായിട്ട്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ അപ്പാനി ശരത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ പടം, അവനാണ് ഹീറോ, ഞാൻ എല്ലാത്തിനും സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ വളരെ കോപ്പറേറ്റീവായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് നല്ല നല്ല നമ്മളായിട്ടുള്ള രീതികളെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. അതിനൊന്നും വലിയ കുഴപ്പമൊന്നും. തീർച്ചയായിട്ടും. അതെ. അങ്ങനൊന്നുമില്ല. അവരിലോട്ട് നമ്മളങ്ങ് ചേരും. അവർ ചേർക്കാൻ ശ്രമിക്കുന്നതിന് നമ്മൾ അവരിലോട്ട് അങ്ങ് ചേരും, ഒഴുകിച്ചേർന്ന് നമ്മൾ ചെയ്യും. ഈ ഇതിലേക്ക് അല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ആദ്യത്തെ സമയത്ത് അങ്ങനൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പടങ്ങൾ കിട്ടുന്നു. അപ്പോൾ എനിക്കൊരു ഒരു ഐശ്വര്യമാണ് ഞാൻ ഈ ഇടതുപക്ഷത്തിലേക്ക് വന്നത്. എനിക്ക് ഭയങ്കര ഐശ്വര്യമായിട്ട് തോന്നുന്നു. ആ സമയത്ത് അതൊരു നമുക്കെന്തോ ഒരു കുറവ് ഉണ്ടായോന്ന് എനിക്ക് തന്നെ ഒരു തോന്നലുകൾ വന്നുള്ളൂ. ശരിയായിരിക്കാം ചിലപ്പോൾ, പറ്റി നമുക്ക് ശരിയായിട്ടുള്ള അറിയില്ല. പക്ഷേ ആ സമയത്തിനേക്കാട്ടിൽ കൂടുതൽ പ്ലസ് പോയിൻറ്റ്സ് നമുക്ക് ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ കിട്ടുന്നുണ്ട്. ഇല്ല സിനിമ പോളിറ്റിക്സ് ഒന്നും ഇല്ല. അത് ഒരിക്കലും ചോദ്യം തെറ്റാണ്. കാരണം സിനിമയും പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടാണ്. മനസ്സിലായില്ലേ? അത് ഒരിക്കലും അങ്ങനെ ഒരു ഇത് പറയാനേ പാടില്ല, ചോദിക്കാനും പാടില്ല. അങ്ങനെ ഇല്ല. സിനിമ വേറെ, പോളിറ്റിക്സ് വേറെ.
സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ്. അത് കഴിഞ്ഞപ്പോൾ മന്ത്രിയെ അദ്ദേഹം ഇപ്പോൾ താങ്കളൊക്കെ ഒരേ പാർട്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെ കാണും അദ്ദേഹത്തിന്റെ മന്ത്രി സ്ഥാനം ആരോപണം? അല്ല, ഗണേഷ് കുമാർ നേരത്തെയും മന്ത്രിയായിട്ടിരുന്ന ആളല്ലേ. അദ്ദേഹം നല്ല നല്ല പ്രവർത്തനങ്ങൾ അന്നും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാര്യമാണ്. അത് അത് ഇടതുപക്ഷത്തിന് ഭയങ്കര ഗുണം ചെയ്യുന്നൊരു കാര്യം കൂടെയാണ് അദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യമല്ല. അതൊക്കെ നമ്മൾ രണ്ട് കൈ നീട്ടി നമ്മൾ സ്വീകരിക്കും, അദ്ദേഹം സ്വീകരിക്കും. അതൊക്കെയാണ്.